ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാനാണ്. നിങ്ങൾ എലീനെ എക്സ്പെക്ട് ചെയ്യും, പക്ഷെ നടക്കില്ല. കാരണം ഇത് എൻ്റെ കുട്ടികളാണ്, എൻ്റെ നാട്ടിൽ നിന്ന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടുവന്നാണ് അല്ലേ. എന്നാ കൈയടിക്ക്. ചേച്ചി ഇവര് കാസർഗോഡ് പരപ്പാന്നുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പം സാധാരണ ഈ കാസർഗോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്തൊക്കെ തെയ്യം തുടങ്ങലായി. അതെ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബഹളാണ് നമ്മുടെ ക്ലബില്, നമ്മുടെ ഉത്സവത്തിന് ഇല്ലേ. ഞങ്ങൾക്ക് പിന്നെ പാട്ടും ഡാൻസും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഒറ്റ പരിപാടിയില്ല. അല്ല, ഇവരുടെ ഗ്രൂപ്പിന്റെ പേരെന്താ, ഈ ടീമിന്റെ പേര്? വെസ്റ്റേൺ ഡാൻസ് വേർഡ് പരപ്പ. ഓ നൈസ്, കിടിലായിരുന്നു. നിങ്ങൾ ഇത്രയും പേരേ ഉള്ള മെമ്പേഴ്സ് അതോ ഒരുപാട് പേരുണ്ടോ? കുറേ പേരുണ്ട്. ആണോ? എത്ര പേരുണ്ടാവും ഏകദേശം? 48 ആണ്. നിങ്ങൾ എന്തിനാ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയൊക്കെ പോവാറുണ്ടോ? ആണ്. ഇപ്പൊ കളിച്ച പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അപ്പം ഇത്രയും വലിയ പെൺപടനെ നയിക്കാനായിട്ട് 2 ആമ്പിള്ളേര് കൂടെ അവിടെ ഇരിപ്പുണ്ട്. നമ്മളെ നാട്ടുകാട്ടന്മാർ തന്നെയല്ലേ. എന്തെങ്കിലും പറ, എന്തെല്ലാം ഉണ്ട് നാട്ടിലെ വിശേഷം? ഞാൻ വന്നിട്ട് 2 ദിവസമായി. കാസർഗോഡ് ഭാഷയിലൊക്കെ സംസാരിച്ചോ? അപ്പൊ ഞങ്ങൾക്കും കേൾക്കാലോ. പിന്നെന്ത് കഥ? ഞങ്ങൾ കുറച്ച് ദൂരമുണ്ട്. ഞാൻ കാസർഗോഡ് ടൗണിലാണ്. ഇപ്പിയാ കുറച്ച് അങ്ങോട്ട് പോണം, പരപ്പിന്. പക്ഷെ ഞാൻ വന്നിന്, പണ്ട് ഞാൻ ക്യാമ്പിലെല്ലാം വന്നിന്. നല്ല സ്ഥലം. നീ കാസർഗോഡ് ടൗണിലേക്ക് വന്നിനാ? കാസർഗോഡ് ടൗണിൽ അങ്ങനെ വന്നിട്ടില്ല. ഓ, നിങ്ങൾ കാഞ്ഞങ്കാട്ടേക്കല്ലേ മണിക്കാനെല്ലാം പോലെ ഓണെല്ലാം വന്നാല്? അതെ. ഇടക്ക് കാസർഗോഡേക്കെല്ലാം വേട്ടാ. സിനിമ നോക്കാൻ പോയില്ലേ? പോകാറുണ്ട്. പരിപാടി ഒക്കെ ഉണ്ടോ? നോക്കാറുണ്ട്. അതെയാ? ഇതിൽ ആര്യേറ്റം പാങ്ങ് ഞാനായിരിക്കും പറഞ്ഞോ. എല്ലാരും പാങ്ങന്നെ. ആപണേ
ആവണേ ഈ നടക്കിങ്ങനെ കോലം കുത്തിയാണെങ്കിൽ ഞാൻ നിന്നിട്ട് നീ എന്റെ വീട്ടിൽ നോക്കിട്ട് പറഞ്ഞല്ലോ. അങ്ങനല്ല, ഒരാളെ പറയുമ്പോ അവർക്ക് സങ്കടാവില്ലേ? അങ്ങനെയൊന്നുമില്ല, അപ്പിക്ക് മനസ്സിലായില്ലല്ലോ, പിന്നെ നീ എന്ത് പറഞ്ഞാലും എന്തേ. പക്ഷെ എനിക്ക് മനസ്സിലാവൂല്ലോ. നല്ല ഒരു ഇഷ്ടം കൂടുതൽ എന്റെ അടുത്തില്ലേ? ഞാൻ ചോദിച്ചു മണിക്കെന്താ? അല്ല ഇല്ലേ? നിങ്ങൾക്കില്ലേ? ആ ഉണ്ട്. അപ്പൊ ചേച്ചി ഈ എപ്പിസോഡ് ഈ എനർജിയിൽ പോണം. വല്ലപ്പോഴും മാത്രമേ എന്റെ നാട്ടിൽ നിന്ന് ഒരു പട വരലുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ചേച്ചി ഈ പട ഞാൻ കൊളുത്തു. കറക്റ്റാണ്. ഈ സമയം തെയ്യം സമയമാണ്. ഞാൻ ഈ സമയത്ത് ആ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. എൻ്റെ കുറെ തറവാടും എൻ്റെ ഫാമിലി ഇതുണ്ട്. അപ്പോൾ ഉത്സവം സമയമാണ് ഇപ്പം അവിടെ. അയ്യോ, അപ്പം എല്ലാവർക്കും തെയ്യം കാണാൻ പറ്റിട്ട് എല്ലാവരും ഞങ്ങൾ നാട്ടിലേക്ക് വരിക, തെയ്യം എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഞങ്ങളെ കണ്ടെത്തിക്കളിയും ഉത്സവവും നമുക്ക് അങ്ങ് ഉത്സവ സീസൺ ആണ് ചേച്ചി നമുക്കത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊരു ഉത്സവ സീസൺ ആക്കി മാറ്റാം. അപ്പൊ നിങ്ങൾ എന്ന് സ്കിറ്റ് കണ്ട് ചിരിച്ചിട്ടല്ലോ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന പിന്നെ താച്ചിട്ടാണ് പായിക്കും ഉറപ്പ്. അപ്പൊ ചേച്ചി ഒരു അടിപൊളി സ്കിറ്റ് എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടെ. ഇത് മതി. പത്രം വായിച്ചു കളയാം. എന്തിനു വായിച്ചിട്ട് കളയണത്? കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആക്രിക്കാരൻ തൂക്കി വെക്കാം. കപ്പലണ്ടി വാങ്ങിച്ചു കളയാം. അതും കളയുന്നതിന് അതും കഴിക്കാം. എന്റെ ഊട്ടി. പത്രത്തിൽ എന്തൊക്കെ വാർത്തയാണെന്ന് നോക്കട്ടെ. കാമുകിയാൽ പീഡിപ്പിക്കപ്പെട്ട കാമുകൻ മരണമടഞ്ഞു, ഭാഗ്യവാൻ. മരിച്ചെങ്കിലും അതാണ് മരണം. 85 വയസ്സുള്ള വൃദ്ധൻ 36 വയസ്സുള്ള യുവതിയെ കല്യാണം കഴിച്ചു. ശുക്രൻ ഉച്ചസ്ഥായിലുള്ള മറ്റൊരു ഭാഗ്യവാൻ. ബാക്കി വായിക്കാം. കല്യാണ ശേഷം ആദ്യരാത്രിയിൽ മുറിയിലെ ലൈറ്റ് അണയ്ക്കാൻ വേണ്ടി സ്വിച്ചിൽ തൊടവേ സ്വിച്ചിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് പിടഞ്ഞു മരിച്ചു. പാവം. സൂര്യോദയം കാണാൻ വേണ്ടി ഉറക്കമുളച്ചിരുന്നു. സൂര്യ ഉദിച്ചപ്പം മരിച്ചുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനായിരുന്നെങ്കിൽ എണീക്കുമായിരുന്നു, ബൾബ് എറിഞ്ഞു പൊട്ടിക്കാൻ. ഓരോരോ വാർത്തകൾ കാണുമ്പോഴാണ്. പാവപ്പെട്ട് എന്നെ നോക്കാൻ ആരുമില്ല. മക്കളും മരുമക്കളും ചെറുമക്കളും അങ്ങ് ഉഗാണ്ടയിൽ, കയ്യിൽ നിറയെ കാശും. അവർക്ക് നോക്കാൻ വൈകി എന്നെ വല്ല ലേഡീസ് ഹോസ്റ്റലിലും കൊണ്ട് തള്ളിക്കൂടായിരുന്നു. ആരുമില്ലല്ലോ. കൂട്ടുകാരാരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ, സംസാരിക്കാനും ആരുമില്ലാതെ. ഹലോ, ഈടെ സുകുമാരാ, വാ വാ വാ, നിന്നെ തന്നെ തേടിയിരുന്നത്. വാ വാ, ഇരി. സുഖം തന്നെയാടേ, സുഖമായിട്ടിരിക്കുന്നടേ. പിന്നെ നിനക്ക് മുഖത്തെന്തോ വല്ലാത്തൊരു വൈക്ലഭ്യം കണ്ടെണ്ണ അടിക്കണ തരാ. എനിക്ക് കഴിക്കാൻ പറ്റൂലടേ. എന്റെ മക്കള് പറഞ്ഞിട്ടുണ്ട് മദ്യം കഴിക്കരുതെന്ന്. അതുകൊണ്ട് നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയത് കേട്ടാ. എനിക്ക് വേണ്ട വെള്ളം വേണോടെ? അയ്യോ വേണ്ട, കുറച്ച് കഴിച്ചാൽ കേട്ടോ, കൂടുതലായി പോവരുത്. എടാ എന്നാ കഴി. താങ്ക് യു. സൂപ്പർ. ഒരെണ്ണം കൂടെ വേണോടെ? വേണം, കഴിക്കുക. സൂപ്പറടാ. എനിക്കൊരു കാര്യം ചെയ്യ്, എന്റെ കേട്ടേക്കർ അമ്പിളിക്കൂട്ടം വരുന്നതിന് മുന്നേ നീ പെട്ടെന്ന് വിട്ടോ. വൈകുന്നേരം 7 മണിക്ക് വരണം കേട്ടാ. ശരി. കണ്ണാടി. ഓ, ഞാൻ വിചാരിച്ചു അമ്പിളിക്കുട്ടൻ വന്നു കാണും. നടക്കണ വഴിക്കാണ് കണ്ണാടിയൊക്കെ കുട്ടി. അമ്പിളിക്കുട്ടൻ തന്നെ വന്നത്. അമ്പിളിക്കുട്ടനായിരുന്നു. വെള്ളം അടിച്ചല്ലേ? രാവിലെ ടാങ്കിന് വെള്ളം അടിച്ചു. ഇനി വൈകുന്നേരം അടിച്ചാ നിറഞ്ഞെടുപ്പ്. അല്ല, കുപ്പി എടുത്ത് അവിടെ ഞാൻ കണ്ടു. കുപ്പി എടുത്ത് സുകുമാരന് കൊടുത്തത്. സുകുമാരൻ എന്റെ കൂട്ടുകാരൻ. നിങ്ങളെ നാട്ടോടിക്കുന്നല്ലോ. സുകുമാരൻ കുടിച്ചിട്ട് ഊതിയിട്ട് പോയി. നിനക്കെന്താണ്? നീ എവിടെ പോയി കിടന്നു? എനിക്ക് ഒരാളുമില്ല. ആഹാരം എടുത്താലും ഒന്നിനും ആരുമില്ലായിരുന്നു. നീ എവിടെ പോയിരുന്നു ഇത്രയും നേരം? അമ്പലത്തിൽ പോയെന്ന്. എന്താണ് ചെരുപ്പ്? അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴേ ഒരു ചെരുപ്പ് പോയി. അതുകൊണ്ട് നീ അവിടെ വേറെ മോട്ടിച്ചാ? അല്ലെന്ന്. അതെങ്ങനെ ഇറങ്ങി പോയത്? അത് ഈ 2 ജോഡി ചെരുപ്പില്ലേ, ഒരു ഒരുപാട് കാലം ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, 1 2 പറഞ്ഞ് പിണങ്ങി ഒരെണ്ണം അങ്ങ് പോയി കാണും. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഈ ഷൂസിനില്ലേ ഈ ചെരുപ്പിനെ പരിചയപ്പെടുത്തി കൊടുത്ത്.
ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടിങ്ങി പോരുന്നു. ഒരു ചെരുപ്പ് മോഷ്ടിച്ചനാണ് ഈ ഭയങ്കര ന്യായം അല്ലേ? സത്യം പറയാ, നീ ഇന്നലെ ഇവിടെ പോയിരുന്നടാ? ഇന്നലെ എനിക്ക് ഒരു ഭയങ്കര പ്രശ്നം പറ്റി. എന്തിനു പറ്റി? മാമി ഇല്ലേ, മാമി. ആ. മാമിക്ക് വയ്യ, ഛർദിൽ. ആണാ? ആഹാരത്തിന്റെ ആയിരിക്കും. അല്ല, മാമന്റെ. മാമന്റെ? മനസ്സിലായില്ല. മാമ ഈ ഇടക്കിടയ്ക്ക് ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോ മാമി ഇതുപോലെ ഛർദിക്ക് ആശുപത്രി കൊണ്ടുപോകും. ആഹാ, എത്ര കുട്ടികളുടെ അപ്പം? 6 പേര്. 6 കുട്ടികളോ? ഓരോ പ്രസവത്തിനും 2 കുട്ടികൾ വെച്ചാ? അല്ലല്ലല്ല, പിന്നെ? എല്ലാ പ്രശ്നത്തിലും ഓരോന്ന് തന്നെ പാരണമായി. എന്താണ് നിന്റെ മാമൻ എന്തിന്റെ കുഴപ്പം? അത് സംഭവം ആ. മാമന് മാമിയുടെ അമ്മയുടെ അടുത്തുള്ള ദേഷ്യ. ആഹാ, എന്താണ് ദേഷ്യത്തിന് കാരണം? ഈ മാമി 3ാമത് പ്രസവിച്ചപ്പം ആ. മാമിയുടെ അമ്മ പറഞ്ഞു, ആ. ഇതോടെ നിർത്തിക്കോണം, നീ ആശുപത്രി തിണ്ണനിറങ്ങാനും കൂട്ടടക്കാനും എന്നെ കിട്ടത്തില്ലെന്ന്. അപ്പൊ മാമൻ പ്രതികാരദാഹിയായി മാറി. ആ പ്രതികാരം ഇതുവരെ തീർന്നിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, നിന്റെ മാമൻ ഇനി ലീവ് കൊടുക്കല്ലെന്ന് പറയണം കേട്ടാ. അത്? റേഷൻ കാർഡിന്റെ പേജ് കൂടും. പിന്നെ അങ്ങനെയാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോയിട്ട് ഉച്ചക്കെങ്കിലും നിനക്ക് വരായിരുന്നല്ല. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്താണ്? ഞാന് ആ. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഓക്കെ. ഫസ്റ്റ് വീഡിയോ തന്നെ വൈറലായി. ആഹാ, നീ എന്തോന്ന് വീഡിയോ ഇട്ടത്? പശുവിനെ കറക്കുന്ന. പശുവിനെ കറക്കുന്നൊക്കെ എല്ലാരും കണ്ടിട്ടുള്ളല്ലടാ. അതങ്ങനെ വൈറലാവും? അതല്ലെന്ന്, പിന്നെ ഞാൻ കറന്നുകൊണ്ടിരുന്നപ്പോ മൊബൈലിൽ പശു മെഴുകി, അങ്ങനെ വൈറലായി. പശുവിന്റെ വയറിലായി. നന്നായി, കൊള്ളാം. എടാ പിന്നെ ആ. നീ ഇന്നലെ വരാത്തോണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട്. രാത്രി എനിക്ക് ഒറ്റയ്ക്ക് അടക്കം പേടിയാണെന്ന് അറിയാൻ. അങ്ങനെ എടാ, ഒരുപാട് കാച്ചൊക്കെ ഇരിക്കുന്ന വീടാണ്. ആ. അല്ല, കള്ളന്മാർ എന്നെ തല്ലിക്കൊന്നിട്ട് എടുത്തോണ്ട് പോയാലോ? ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. അവസാനം ഞാൻ TV കണ്ടപ്പോഴാ ഒരു പ്രേതപ്പടം. ഏത്? മണിച്ചിത്രത്താഴ്. നല്ല പടവാ. എടാ, നല്ല പടം. ഞാൻ പേടിച്ചു പോയി. ആകെപ്പാടെ ആ പടത്തിൽ ഞാൻ പേടിക്കാത്ത സീന്, അതിനകത്തൊരു നർത്തകി ഉണ്ടായിരുന്നു, നാഗവല്ലി. അവര് വന്നിട്ട് ഈ തെക്കിനി മുറിയിൽ വന്ന് അവിടെ ജനലിൽ നിന്ന് തല ചെയ്യും. ആ. താഴെ നർത്തകൻ രാമനാഥൻ നോക്കിക്കൊണ്ടിരിക്കും. ഓ, ഇതാണോ വലിയ കാര്യം? എന്ത്? ഞങ്ങൾ അവിടെ കോവളം കടപ്പുറത്തൊരു മദാമൊന്ന് മുടിയിപ്പിയപ്പോ 150 പേരെ വന്ന് നോക്കിക്കൊണ്ടിരുന്നത്. തെക്കിനിയില്ല. അല്ല, ബിക്കിനിയില്. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നല്ല നല്ല സിനിമകളെന്ന് എനിക്ക് കാണാൻ പറഞ്ഞിട്ട്. പടം കാണുന്നെങ്കിലേ ആ. കമലഹാസന്റെ സിനിമ കാണണം. ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അടിപൊളിയാണ് കമലഹാസൻ. ആഹാ. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, എന്തോന്ന്? ഈ പടത്തിന്റെ പേരൊന്നും നോക്കാതെ കയറി അഭിനയിച്ചാളെ. പടത്തിന്റെ പേര് നോക്കാതെ കമലഹാസൻ അങ്ങനെ അഭിനയിക്കാറില്ല. അഴിക്ക ഒരു പേരുള്ള പടം. അഴുക്ക പേരുള്ള പടം? അങ്ങനെ ഒരു പടം ഇല്ലല്ലോ. ഏതാണ് പടം? പുള്ളി മൊട്ട അടിച്ചിട്ട് ഡബിൾ വില്ലനാണ്. പടത്തിന്റെ പേരെന്തോന്ന്? വാവളം താൻ. എടാ, ആളവന്താൻ. അങ്ങനെ ഓരോ പടത്തിന്റെ പേര് പോലും അറിഞ്ഞൂടാ. എനിക്ക് കഷായോ മരുന്ന് എടുത്ത് മരുന്ന് എടുത്തു തരാം. ഒന്നും സമയത്തിന് എടുത്ത് തരയില്ല. ആ കഷായം ഞാൻ എടുത്തു വെച്ചിട്ടില്ലേ പോയത്, കുടിക്കണമായിരുന്നു. അത് മെനിഞ്ഞാന്നത്തെ അല്ലേ ഇത്? ഇല്ലെന്ന്, ഇത് ശ്രിപ്പല്ലിട്ടാ? വലിയ കിട്ടിയില്ല, ഒരു പാറ്റ അടിച്ചു വന്നിട്ടുണ്ട്. ശ്രിപ്പല്ലി ഇടാൻ പറഞ്ഞ പല്ലിയെ കൊന്നില്ല. ഗുളിയതാ ചേട്ടാ, അമ്പലിക്കുട്ടാ 3 എണ്ണം. ആ, ഈ ഗുളിയ ഞാൻ എപ്പ കഴിച്ചാലും ഇല്ലേ, ആണ്ടാ മേശപ്പുറത്തിരിക്കുന്ന പല്ലി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവാടാ. എന്താ കാര്യം? സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ? അല്ലല്ല, പിന്നെ അത് എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ടാ. എന്തോന്ന്? ഗുളിക മാറിപ്പോയി. എങ്ങനെ മാറിപ്പോയി? പല്ലിയുടെ മുട്ടയാണ് ഗുളിയെന്ന് പറഞ്ഞ് എടുത്തു തന്നത്. എന്നാലും അപ്പ എന്റെ മുട്ടയോടെ പോയി. അല്ല, എന്റെ ഗുളിയ എവിടെ പോയി? ആ ഗുളികയിലാണ് പല്ലി അടയിരിക്കുന്നത്. ദൈവമേ, ഞാനിനി മിക്കവാറും ഒരു 3-4 പല്ലി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പല്ലിന്റെ അച്ഛനാവോടാ? കുഴപ്പമില്ല, നമുക്ക് പേര് ഫിക്സ് ചെയ്ത് വെക്കാം. എന്തോന്ന് പേര്? മൂത്തത് പല്ലി, രണ്ടാമത്തത് അല്ലി, മൂന്നാമത്തത് ലില്ലി. നല്ലൊരു ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പല്ലിയുടെ മുട്ട വരെ തിന്നിപ്പിച്ച്. എനിക്കറിയാം, പണ്ട് നിങ്ങൾ പാതാളത്തിലല്ലായിരുന്നു. പാതാളത്തിലല്ല, പട്ടാളത്തില്. ആ, പണ്ട് ഞാൻ പട്ടാളത്തില്. ഡെറാഡൂണില്. ഡെറാഡൂണില്ല? അല്ല, സാധാരണ പട്ടാളക്കാര് കഥ തുടങ്ങുമ്പോൾ ഡെറാഡൂണിലാണ് തുടങ്ങാറ്. ഡെറാഡൂണിലല്ല. പിന്നെ എവിടാ? പിന്നെ അങ്ങ് മറ്റേ ഡെറാഡൂണിൽ തന്നെ. നിനക്കെന്ത്? ആ ഡെറാഡൂണിൽ പോകാനുള്ള തീവണ്ടി യാത്രയിൽ വെച്ചാണ് എന്റെ മുന്നിൽ നിന്ന് ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. ഓൺ മിസ്റ്റർ ഏഴുമല. കണ്ടു കഴിഞ്ഞ ഒരു 9 മലയുടെ ശരീരമുണ്ട്. അദ്ദേഹത്തിന്റെ ഹണിമൂൺ ട്രിപ്പായിരുന്നു. കല്യാണം കഴിഞ്ഞ് എന്നെ വണ്ടി കയറിയിരിക്കുകയാണ്. നേരെ അങ്ങ് പോകാനായിട്ട് തൊട്ടടുത്ത് സുന്ദരിയായ ഭാര്യ മുനിയമ്മ. ആ, നല്ല സുന്ദരി, കണ്ണും നല്ല സ്വഭാവം. അപ്പൊ അങ്ങനെ അവരും സംസാരിച്ച് നമ്മൾ പരിചയക്കാരായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്തോ സ്വറ പറഞ്ഞു. മാത്രമല്ല, അവരെ ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലാണല്ലോ. അങ്ങനെ ഏഴുമല പറഞ്ഞപ്പോ ഏഴുമലയോട് ഞാൻ പറഞ്ഞു, ഏഴുമല നീ മുനിയമ്മ കൂടെ ഇങ്ക പടുങ്കോ, ഞാൻ അങ്ങോട്ട് മാറിയിരുന്ന് നോക്കുങ്കോ, അപ്പൊ ഈ ഉക്കാരുങ്കോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടൊരു സ്വറ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്നെ മുനിയമ്മയുടെ മുഖത്ത് നോക്കി ഒരു ഉമ്മ ചോദിച്ചു. ഓ, ആ ഏഴുമല അങ്ങ് ചുക്കി ചുളിഞ്ഞു പോയി. അത് അവര് ഭാര്യ ഭർത്താവല്ലേ, ഉമ്മ ചോദിച്ചാ എന്ത്? ഉമ്മ ചോദിച്ചാൽ ഞാനായിരുന്നു. പിന്നെയായിരുന്നു ഏഴുമലയുടെ പ്ലേ. അടുത്തേക്ക് അടുക്കുന്നുണ്ട്. ചില കൊച്ചുകുട്ടികളുണ്ടല്ലോ, ചോറ് തിന്നാൻ അറിയാത്ത കുട്ടികൾ, അവർ പൊതിച്ചോറ് വാരി തിന്നുമ്പോൾ എച്ചിലാക്കി കളഞ്ഞു. അങ്ങ് വിളയാടി കളഞ്ഞില്ല. 1.5 മണിക്കൂർ എന്നെ താഴെ ഇറക്കിയിട്ടില്ല. ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞ് ഉപ്പൂറ്റിന്ന് എന്റെ കരൾ കിട്ടിയിരുന്നു. വല്ലാത്തൊരു അനുഭവമായിരുന്നു. പക്ഷെ ഒരു കാര്യം, പട്ടാളത്തിൽ ഞാനല്ലായിരുന്ന കേമൻ ഭയങ്കര ധൈര്യശാലി. രാത്രി 12 മണിയില്ല, 1 മണിയില്ല, എപ്പോ വേണോ ഡ്യൂട്ടിക്ക് പോവാൻ ഞാൻ റെഡി. ഒരിക്കൽ കാട്ടിൽ ഡ്യൂട്ടി ഇട്ടേക്കായിരുന്നു. ആ സമയത്ത് ആ കരിയിലയുടെ ഇടയിൽ നിന്ന് ചെറിയൊരു അനക്കം. എനിക്ക് അപ്പോഴേ മനസ്സിലാവും ഒരു പുളി.
പുലിപ്പുള്ളി പുഴുപ്പല്ലി ഞാൻ പറഞ്ഞേരാം ആ. പുല്ലി പുളി. ഒരു അനക്കം കേട്ട സ്ഥലത്ത് ഞാൻ റിവോൾവർ എടുത്ത് നേരെ 12 ബുള്ളറ്റ് വെച്ച് വെടിവെച്ചു. അത് കള്ളം. ഏ. ഒരു തോക്കിൽ 6 ഉണ്ട ഇടാൻ പറ്റൂ. 6 എന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. അത് വെടിവെച്ചു. പുലിയത്താ പുലിയാണോ എലിയാണെന്ന് അറിഞ്ഞൂടാ, ശബ്ദം കെട്ടെടുത്ത് വെടിവെച്ചു. ആ. എന്നാ പിന്നെ അതിനുശേഷം നേരെ ഞാൻ ക്യാമ്പിൽ വന്ന് ആ. മേജർ സാഹിബിന്റെ അടുത്ത് കാര്യം അവതരിപ്പിച്ചപ്പോ ഉടനെ തന്നെ ഒരു ബുള്ളറ്റ് എടുത്ത് എന്റെ കയ്യിൽ തന്നു. എന്ന് പുലിയെ വെടിവെക്കാൻ പറഞ്ഞ. അല്ല, വീട്ടിൽ ഓടിച്ചു പൊയ്ക്കോളാം, യു ആർ ഡിസ്മിസ്ഡ്. അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ. പക്ഷെ എന്റെ ധൈര്യത്തിന്റെ കഥയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അപ്പൊ ഒരു കഥ എഴുതി കൂടെ? എഴുതണമെന്നുണ്ട്. എനിക്ക് സിഗരറ്റ് ഉണ്ടെങ്കിലേ കഥ എഴുതാൻ പറ്റും. തെളിയോ സിഗരറ്റ് വെച്ച് എഴുതിയാ? സിഗരറ്റ് വെച്ചല്ലേ എഴുതണത്? സിഗരറ്റ് വലിച്ച കഥ വരുമെന്ന്. ഓ, ഞങ്ങളൊക്കെ വലിക്കുമ്പോ പുകയാണ് വരുന്നത്. എന്ത് മിണ്ടായിരിക്കുന്ന? റീൽസിനുള്ള കൗണ്ടർ ആണല്ലോ പറഞ്ഞു, അത് പോട്ട്. അല്ലാതെ പിന്നെ ശരിയാവൂല. ഓ, പരമ കഷ്ടം തന്നെ. എടാ, നിന്നെ വിളിച്ച സമയത്ത് ഞാൻ വലിയൊരു പട്ടിയെ വാങ്ങിച്ചു വരെ നിർത്തിയാവുകയായിരുന്നു. 4 പേര് വരുമ്പോ കുറച്ചെങ്കിലും കാണിച്ചേ. ആ, പട്ടിയെ മേടിക്കുന്നെങ്കിൽ വലിയ പട്ടിയെ മേടിക്കണം. ഏത് പട്ടി? ഒരു എന്നെ ഉണ്ട്, നല്ല ഉഗ്രം പട്ടിയാ. ഏതാണ്? ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ജർമ്മൻ ഷെപ്പേർഡ്. അത് തന്നെ. പക്ഷെ പട്ടിയൊക്കെ വാങ്ങിയ, പക്ഷെ നല്ല വെടിച്ചില്ല പേര് വേണം. ആര് കേട്ടാലും പേടിക്കണം, പട്ടിയുടെ അടുത്ത് അടുക്കരുത്. അങ്ങനെ വല്ല പേര് കൊണ്ടാടെ? ആര് കേട്ടാലും പേടിക്കണം പട്ടിയുടെ പേര്. അത്രേ ഉള്ളൂ. പട്ടിയുടെ അടുത്തോട്ട് ചെല്ലാനും പാടില്ല. പാടില്ല. അങ്ങനെ ഒരു ഉഗ്രം പേരുണ്ട്, പറ. പേപ്പട്ടി. കാക്കടക്ക പ്രാണി അങ്ങനെയൊന്നും പറയരുത്. ഈ പട്ടികൾക്ക് പൊതുവായ ഒരു സ്വഭാവം ഉണ്ട്, അറിയാവോ? നിങ്ങളുടെ കുടുംബാരിയൊക്കെ എനിക്ക് തന്നെ അറിയാം. ഞാൻ ആരോട് ഇതെല്ലാം പറയണം? ആ കിങ്ങിണിക്കുട്ടനായിരുന്നെങ്കിൽ അവന്റെ പേര് വേണ്ടി പോലും എന്ത്? എനിക്ക് അവനെ കണ്ടൂടാ, കണ്ണു കയറിയാ. എടാ, നിന്റെ ചേട്ടൻ കിങ്ങിണിക്കുട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നല്ലോ. എന്റെ ചേട്ടനൊക്കെ തന്നെ. അവൻ എന്റെ ഒരു സാധനം എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്നോട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെ മാറിയത്. അവന് നിന്നെ പോലെയുള്ള ബുദ്ധിയുണ്ട്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഈ ഓടിക്കണത്. അവന് ഞാനും ജനനം തന്നെ തെറ്റാവില്ല. നിന്റെ ജനനം എങ്ങനെയായിരുന്നു? എന്റെ ജനനം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. നല്ല ഇടിയും മഴയുള്ള ഒരു രാത്രി, അവിടുന്ന് ഒരു 9 മാസം കഴിഞ്ഞപ്പം. ഇടിയും മഴ ഇല്ലായിരുന്നു നിന്റെ അച്ഛൻ പുറത്തോട്ടെങ്ങാനും പോയല്ലേ? നാട്ടുകാരെങ്കിലും സൗര്യത്തിന് കിടന്നേനെ. എടാ, നിന്നെ ഏത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചെന്ന്? ഹോസ്പിറ്റലല്ല, പിന്നെ ഹോം ഡെലിവറി. ഓൺലൈനിൽ ഓർഡർ ചെയ്താ? അല്ലെന്ന് വീട്ടിലാ പ്രസവിച്ചത്. ഹോം ഡെലിവറി. അങ്ങനെ വൈറ്റാറ്റി വന്നിട്ട് അത് ശരി. എന്തായാലും ഒരു കാര്യമുണ്ട്. ആ കിങ്ങിണിക്കുട്ട ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാലെങ്കിലും. അവന്റെ പേര് പറയുമെന്ന് പറഞ്ഞു. എടാ, എന്റെ കാലൊക്കെ അവൻ തടത്തിലൂടെ നല്ല മര്യാദയ്ക്ക് തടവും. മാത്രമല്ല നല്ല സുഖമാണ്. ഇത് എന്റെ കാലാണെങ്കിൽ അവൻ സ്വന്തം കാലായിട്ടാണ് നോക്കുന്നത്. ഇത് അവന്റെ കാല് പോലെയാണ്. ഏത്? ഈ കാല് അവന്റെ കാല് പോലെയാണ്. ഈ കാല് അവന്റെ കാല് പോലെയാണെന്ന്. കുട്ടന്റെ കാലാ ഇതാ. അവൻ സ്വന്തം അങ്ങനെയാണ് നോക്കുന്നതെന്ന്. നിന്നെ പോലെ അല്ലടാ, അവൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം നോക്കും. എന്റെ കാലിനെന്തിനാ അടിച്ചോടിക്കുന്നത്? ഇങ്ങനെ കുട്ടന്റെ കാലി കണ്ടാ ഞാൻ അടിച്ചോടിക്കും. ഞാൻ നിനക്കെന്തിനാ ദേഷ്യം? കിങ്ങിണിക്കുട്ടനെ അടിച്ചാ പോരാടാ. കഷ്ടം തന്നെ. അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ വിളിച്ച് പറയാൻ പോണു. എന്റെ മക്കളെ മരുമക്കളെ എല്ലാം വിളിച്ച് പറയാൻ. അവരൊന്നും വിളിച്ച് പറയല്ലേ? അവരെ വിളിച്ചു പറഞ്ഞാ പിന്നെ അവരെന്നെ ഉഗാണ്ട ജോലിക്ക് കൊണ്ടുപോകില്ല. പിന്നെ നിന്നെ ഇനി ഉഗാണ്ട അല്ലടാ, നിനക്ക് ഉണ്ട തിന്നാം. പൂജപ്പുര സെൻട്രൽ ജയിലിൽ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇപ്പൊ ഉണ്ടല്ല, ചപ്പാത്തിയാണ്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗം. നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. കുതിര പൊടി തട്ടി നല്ല എന്താ ശ്രീ വേറെ മൂഡിലാണോ? ഞാനല്ല, കുതിര. എന്താ പരിപാടി എന്നറിയോ? കുതിരയൊക്കെ കൊണ്ടുവന്ന എന്തിനാന്നറിയോ? നമ്മള് ഭയങ്കര ചിരിയാണല്ലോ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ നേരത്തെ സ്കിറ്റ്? ചിരിക്കണല്ലേ ചേച്ചി? നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ സ്കിറ്റൊക്കെ ഭയങ്കര വൈറലായതുകൊണ്ട് പെരുമ്പള രാജ്യത്തുനിന്നേ രാജകുടുംബം ഇവിടെ സ്കിറ്റ് ചെയ്യാൻ വരുന്നു. ഇതിനേക്കാളും വലിയ പ്രൗഡ് മൊമെന്റ് എന്തുണ്ട്? അപ്പൊ അവര് വരികയല്ലേ, അപ്പൊ സ്വീകരിക്കാൻ വേണ്ടി ഈ കുതിരനെ ഞാൻ അണിയിച്ചൊരുക്കി നിർത്തിയതാണ്. പക്ഷെ കുതിര കുഴപ്പമില്ല. അപ്പൊ വരുന്ന ആരൊക്കെയാണെന്നറിയോ? പെരുമ്പള രാജ്യത്തെ അവിടുത്തെ കുടുംബാംഗമായിട്ടുള്ള സ്മൃതി, സുരേഷ്, വിനോദ്. ഇതിലെങ്കിലും ഏതെങ്കിലും ഒരു രാജാവിനെ എനിക്ക് പ്രേമിച്ച് കിട്ടുകയും വേണം ക്ലൈമാക്സിൽ. ഈ രാജകുടുംബം വരണ സമയത്തെ നമുക്ക് ബാറ്ററി ഒക്കെ ഓൺ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കണം. എനിക്ക് ഒന്ന് ഓൺ ചെയ്ത് തരോ? ബാറ്ററി ഓൺ. ബാറ്ററി ഓൺ ആയി. ബാറ്ററി ഓൺ ആയി. ഞാൻ ഭയങ്കര ചാർജാണ്. അപ്പൊ ഞാൻ ചാർജ് ആയിക്കോളും, നിങ്ങൾ ഓൺ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു പെരുമ്പറ ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ രാജകുടുംബാംഗങ്ങളെ വിളിക്കായിരുന്നു. പെരുമ്പറ മുഴങ്ങട്ടെ.
റാണി അതൊക്കെ പണ്ട്. ഇപ്പൊ നമ്മളെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. എന്നാ രാജൻ ആ, അങ്ങനെ വിളി. ഇനി പറ. തെക്കേ ദേശം വാഴുന്ന രാജാവിന്റെ ഒറ്റ മോളാണ് ഞാൻ. എനിക്കറിയാം. അതും കോടീശ്വരി, അറിയാം. അറിവുള്ളവൾ, അറിയാം. ലോകസുന്ദരി. അത് വിട്. അത് വിട്, അത് വിട്. വേറെ വല്ല ഉണ്ടേ അത് പറ. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ കൂടെ ഈ കാട്ടിലൊരു യാത്ര. ഇറ്റ് വാസ് മൈ ഡ്രീം. റാണി അവസാനം ആ പറഞ്ഞില്ലേ, അത് കുതിരയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതൊന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തേ. അയ്യോ എന്റെ രാജൻ, ഈ യാത്ര എന്റെ സ്വപ്നമായിരുന്നെന്ന്. ഭഗവാനെ, കുതിര ഉണ്ടായോണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ തന്നെ ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം എന്താണ് റാണിക്കൊരു നിർബന്ധം? അത് കാടിന്റെ മൂലക്കൊരു ഡിസൈൻ ഉണ്ട്. ഡിസൈനുള്ള മൂലക്കുരുവോ? എന്നാ പിന്നെ ആദ്യം അത് തന്നെ കാണാം. കുതിര അങ്ങോട്ട് പോട്ടെ. അയ്യോ അതല്ല, കാടിന്റെ മൂലക്ക് കാണാൻ ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ടെന്ന്. അവിടെ പോകുമ്പോ കണ്ണടച്ച് വൃത്തെടുക്കണം. ചേടാ, അത് നമ്മൾ കണ്ണടച്ച് മരിച്ചിടക്കുമ്പോ വെക്കുന്ന സാധനമില്ലേ? അത് റീത്ത്. ഞാൻ പറഞ്ഞത് ബ്രീത്ത്. അതായിരുന്നു. പിന്നെ രാജൻ, അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണം. കൊറേ കൊരങ്ങുകളുണ്ട്. അയ്യോ, രാജന്റെ ഈ കിരീടം ഇല്ലേ, അത് അടിച്ച് താഴെ വെക്കരുത്. അതെന്താ, കൊരങ്ങൻ എടുത്തോണ്ട് പോകും എന്ന് റാണിക്ക് പേടിയുണ്ടോ? അല്ല, കിരീടം അഴിച്ചു വെച്ചാലേ രാജൻ ഏതാ കൊരങ്ങൻ ഏതാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാ. റാണി, ഇത്രയും മനോഹരമായ ഈ കാട് ആരാണ് സംരക്ഷിക്കുന്നത്? നമ്മുടെ അച്ഛൻ ഒരാളാ. നമ്മളെ കല്യാണം നടക്കത്തില്ല. നമ്മൾ അച്ഛൻ ഒരാളല്ലേ? അപ്പൊ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അല്ലേ? അല്ലെങ്കിൽ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു? അയ്യോ അതല്ല, എന്റെ അച്ഛൻ ഒരാളാ ഇത് നോക്കുന്നേന്ന്. റാണി, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി രാജാപ്പാട്ട് പറഞ്ഞ് എന്റെ കുടുംബത്തെ അപമാനിക്കരുത് കേട്ടോ. പിന്നെ രാജൻ, ഇന്നലെ അച്ഛന്റെ കൂടെ കാട്ടിൽ പോയായിരുന്നോ? അതെ, പോയായിരുന്നു. ഞാൻ അറിഞ്ഞു. പിന്നെ അച്ഛൻ എന്തിനാ കാട്ടിൽ കൊണ്ടുപോയെന്നറിയോ? അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. അയ്യോ, അതായിരുന്നു. ഞാൻ അപ്പോഴും മുതൽ ഇരുന്ന് ആലോചിക്കുക കേട്ടോ, ഈ പുള്ളി എന്തിനാ രണ്ടിന് പോയെടുത്ത് എന്നെ കൊണ്ടുപോയെന്ന്. പിന്നെ രാജൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്, ഐ ആം സോ ഹാപ്പി. എല്ലാം അറിയാൻ നടക്ക് തലയും താത്തി വെച്ച് മുമ്പോട്ട് പോവുക. മനസ്സിലായില്ലെങ്കിൽ വാ തുറന്ന് പറ മനസ്സിലായില്ലെന്ന്. റാണി, ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് ഈ മണ്ടനായ കുതിരയ്ക്ക് മനസ്സിലായില്ല കേട്ടോ. അന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തേ. രാജൻ, രാജൻ, എനിക്ക് രാജനെ ഇഷ്ടമാണെന്ന്. അതായിരുന്നു ഞാൻ സന്തോഷവതിയാന്ന്. താങ്ക് യു, താങ്ക് യു. റാണി, ജെഡി ഗോവന്റെ ഏതോ ഒരു പ്ലോട്ട് കാട് കയറിയിട്ടുണ്ട്. അയ്യോ, പ്ലോട്ടൊന്നുമല്ല, ഞാൻ കാട്ടുമൂപ്പൻ. അത് ഈ വാലും കൊമ്പുള്ള ഒരു സാധനമല്ലേ? അത് കാട്ടുമാക്കാൻ, ഞാൻ കാട്ടുമൂപ്പൻ. കാട്ടുമൂപ്പൻ എന്താണ് കാട്ടിക്കാര്യം? പിന്നെ ഞാൻ ഈ ഡ്രസ് വിട്ടോണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കാൻ പറ്റുമോ? ഇനി കാട്ടിലാവുക പരിപാടി. അത് പിന്നെ ശരിയല്ലേ? റാണി പിന്നെ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? അവര് കാട്ടിലല്ലേ ജീവിക്കേണ്ടത്? രാജൻ, എനിക്കൊരു പരാതി ഉണർത്താനുണ്ട്. അതെന്തോടെ ഇത്രയും നാൾ ഇയാളെ പരാതി ഉറങ്ങിക്കിടക്കുവായിരുന്നു? ഒറ്റ കുത്തിയാകുമ്പോ എനിക്കൊരു പരാതി പറയാനുണ്ടെന്ന്. എന്നാ പറയൂ. ഞങ്ങൾ ഈ കാട്ടിലൊക്കെ ഉണ്ടല്ലോ ഏലവും കുരുമുളക് ഇഞ്ചിയൊക്കെ കൃഷി ചെയ്താ ഞങ്ങൾ ജീവിക്കുന്നത്. അതെന്തിനാണ് കാട്ടിക്കൊണ്ടൊന്ന് കൃഷി ചെയ്തത്? പിന്നെ ഞാൻ കാടിനടുക്ക് ലുലുമായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വില വേണം. തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്. ഒരെണ്ണത്തിന് 40 രൂപ. ഇവനെ കുന്തം വെച്ച ഒറ്റ അടിയാൻ പറ്റും. അതല്ലെന്ന്, ഞങ്ങൾക്ക് വില കിട്ടണമെന്ന്. പറയൂ, എന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് ഒരു നിബന്ധന ഉണ്ടെന്ന് വെച്ചാൽ, കാടിന്റെ നടുക്കൂടെ നമുക്ക് ബസ് റൂട്ട് ഉണ്ടാക്കണം. നടക്കത്തില്ല. ടിഷ്യൂ വേണോ, ഡിസ്കു വേണോ, ഡിസ്കണ വേണോ? ഞാൻ പറയാം, ഡിഷ്കണ. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാവോ? എന്തുവാ? അതായത് ഇവിടെ ബസ് വന്നാൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ രണ്ടാമത്തെ നിബന്ധന ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ആദ്യം അടിച്ചാലൊക്കെ പല്ലെടുത്തും കളയട്ടെ, അല്ലെങ്കിൽ അടുത്ത അടി കിട്ടുമ്പോഴേ 2 പുള്ളികളെ കണ്ട് വിഷയം ഉണ്ടാക്കും. ഓക്കെ, രണ്ടാമത്തെ നിബന്ധന എന്നറിയോ? എല്ലാ വീടുകൾക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ശുചിമുറികൾ വേണം. റാണി, എത്രയും വേഗം ഈ കാര്യം നിന്റെ അച്ഛനെ വിളിച്ചറിയിക്കൂ. എന്തിനാണ് രാജൻ? കാട്ടിലുള്ളവർ തന്നെ ശുചിമുറി തേടി പോകുന്നു, അപ്പോൾ നാട്ടിലുള്ള നിന്റെ അച്ഛൻ കാട് കയറുന്നു. ഇതൊക്കെ അംഗീകരിച്ചു തരണം. ഇല്ലാത്ത പക്ഷം
ആര് പറഞ്ഞ കക്ഷമില്ലെന്ന്? 2 കക്ഷം ഉണ്ടല്ലോ. മാപ്പ അതല്ല പറഞ്ഞെന്ന്. ഇല്ലാത്ത പക്ഷം ആ. ഞാൻ ഈ രാജകുമാരിയെ തട്ടിക്കൊണ്ടു പോകും. എന്റെ രാജൻ ആരാന്ന് തനിക്ക് അറിയില്ല. കളരിപ്പയറ്റ്, വാൾപ്പയറ്റ് ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ചവനാണ് എന്റെ രാജൻ. പറഞ്ഞുകൊടു റാണി, പറഞ്ഞുകൊടു. ആഹാ. അപ്പൊ ടിഷ്യൂ വേണോ, ടിഷ്കു വേണോ, ടിഷ്കണ വേണോ? ഇപ്രാവശ്യം ടിഷ്കു മതി. റാണി, ഇതൊക്കെ നിന്നെ വളയ്ക്കാൻ വേണ്ടി ഞാൻ വെറുതെ നുണ പറഞ്ഞു വെച്ചതില്ലേ? രാജൻ അപ്പൊ കലക്കി കുടിച്ചത്? അത് പഴകഞ്ഞി വെള്ളത്തിനകത്ത് ഉപ്പും മുളകും കൂടി ഇട്ട് കലക്കി കുടിച്ചു. അപ്പൊ എനിക്ക് വേണ്ടി വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, അങ്ങയെ ഒന്ന് സന്തോഷിപ്പിച്ച് വിടാൻ വേണ്ടിട്ട് 7 വർഷം എന്റെ റാണി പാട്ട് പഠിച്ചവളാണ്. ഒരു പാട്ട് പാടിത്തരും, കേട്ടു നോക്കൂ. പാടതേ കേക്കട്ടെ. ആണ്ട് കുറുക്കന്മാരെ എല്ലാം കൂടെ വിളിച്ചു വരുന്നതാണല്ലോ. ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? എനിക്കും ഒരു നാവുണ്ടെങ്കിൽ അത് ചവിട്ട് ഞാൻ വെളിയിലിടും. എന്ത് ഞാൻ വിളിക്കും? ഞാൻ വല്ലൊക്കെ വിളിക്കും. ഇതിന് ടിഷ്യൂ വേണോ, ടിഷ്കു വേണോ, ടിഷ്കണ വേണോ? അത് ഞാൻ പറയാം. ആ. ടിഷ്യൂ മതി. ആ, ടിഷ്യൂ. അയ്യോ, അതിന് എന്നെ അടിക്കെന്തിനാ? എടാ, ഇതുപോലൊരു സാധനത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നതിനാ ഇത് തന്നത്. ഇനി ഞാൻ പറയാം, ഇതൊക്കെ രാജപത്രത്തിൽ എഴുതി മുദ്ര വെച്ചുകൊണ്ട് രാജാവിനെ കൊണ്ട് ഒപ്പിടിച്ചോണ്ട് വരണം. അതിന് നീ പോ, അതുവരെ ഇവളിവിടെ നിക്കട്ടെ. ഓ ശരി, അപ്പൊ ഞാൻ പോയി ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവരാം. അതുവരെ റാണി ഇവിടെ നിക്കട്ടെ. എന്നാ രാജൻ പോയി വരുന്നവരെ കാട്ടുമാക്കാന്, കാട്ടുമാക്കാനോ, കാട്ടുമൂക്കന്, കാട്ടുമൂക്കനോ? ആരുവാ? ഞാൻ കാട്ടുമൂപ്പൻ. ആ മൂപ്പന് ഞാൻ ഇഷ്ടം പോലെ പാട്ട് പാടിത്തരാം. ഡേ, 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 ഡേ. ഓ. ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. നീ ഇവിടെ നിന്നാ മതി. ഇവിടെ പറഞ്ഞു വിടെ. ഇവിടെ പറഞ്ഞു വിടെ. പാട്ട് പാടുവന്നു ഇവിടെ. എന്നാ പൊയ്ക്കോളൂ, അതുവരെ ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ പോണോ? പൊയ്ക്കോ. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക്. അയ്യോ, ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് വിടാൻ പോവാണോ? അതെ. എന്നാ ഞാനൊരു സത്യം പറയാം. ഞാൻ കാട്ടുമൂപ്പനൊന്നുമല്ല. പിന്നെ ഞാൻ ചാരന. ചാരോ? ചാരമല്ല, ചാരന. ഞാൻ വേഷം മാറി വന്നതാ. കോസ്റ്റ്യൂം റാണ, മേക്കപ്പ് വിനോദ്. ഞാൻ വേഷം മാറി വന്ന എന്തിനാണെന്നറിയാവോ? എന്തിനാണ്? ഇവിടെ അച്ഛൻ രാജാവ് പറഞ്ഞതാ, നീ നിസ്സാര ഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഉപേക്ഷിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ ചാരനായിട്ട് വിട്ടതാ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നിസ്സാര കാര്യമുണ്ടെങ്കിലും നീ ഇവളെ ഉപേക്ഷിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് മോക്ക് ഇവനെ വേണ്ട, ഇവനെ പറഞ്ഞു വിട്ടേരെ. എനിക്ക് ഈ രാജനെ തന്നെ മതി. അയ്യോ, ഇത്രയും പന്നത്തനങ്ങൾ കാണിച്ചിട്ട് ഇവനെ എന്തിനാ നീ പിന്നെ ഇന്ന് കൊണ്ട് നടക്കുന്നത്? അതെന്തിനാന്നറിയാവോ? എന്തിനാ? ഞാൻ ഇങ്ങോട്ട് കുതിരപ്പുറത്ത് വന്നപ്പോഴേ എനിക്കത് മനസ്സിലായത്. എന്തോ മനസ്സിലായെന്നാ? ഞാൻ പറയുന്ന മണ്ടത്തരങ്ങൾ, ആ. ഞാൻ പാടുന്ന പാട്ട്, എന്റെ പൊട്ട ഇംഗ്ലീഷ്, ആ. ഇതെല്ലാം അതുപോലെ വിശ്വസിക്കുന്ന ഇതുപോലെ ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ഇനി ഇതുപോലെ കിട്ടത്തില്ല. അപ്പൊ ഇവനെ തന്നെ മതിയെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ അതെ അതെ. അപ്പൊ ഞാൻ തന്നെയാണല്ലേ രാജാവ്? അതെ അതെ. അപ്പൊ പറ, ആ. നിനക്ക് എന്ത് വേണം? ഡിഷ് വേണോ, ഡിഷണ വേണോ, ഡിഷാണണ വേണോ? ഞാൻ പറയാം, ആ. ഡിഷാണോ? എന്നാ ഇന്നാ പിടിച്ചോ, ഡിഷാണണ. വണ്ടർഫുൾ പെർഫോമൻസ്. എനിക്ക് ഇന്ന് ചേട്ടന്റെ ഈ ലുക്ക് എന്താന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. തിരിച്ചറിയാനേ പറ്റൂല. സാധാരണ വരുന്ന മറ്റേ ഫുള്ള് മുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു ബോഡി ഇങ്ങനെയൊക്കെ വെക്കുവേ, ഇങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ ഇന്ന് കിഡിലായിരുന്നു. എന്നെ ഷേപ്പാ. സത്യം, കറക്റ്റ് ആണ്. നല്ല ഷേപ്പുള്ള ഒരു മൂപ്പൻ, ഭയങ്കര രസമുണ്ട്. നല്ല ഗുഡ് ലുക്ക്. എന്തിനാണ് ഇത് വൈറ്റലാക്കിയത്? ആ, ഭയങ്കര ഹാൻഡ്സം. മൂപ്പനൊന്നും ബുഡ്ഢിയാവണ്ട. ഇനി 50 അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വിനോദേട്ടാ. ഗ്ലാമർ പൊളിച്ചു, ഇവിടെ തൂക്കി. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇവര് കുതിരപ്പുറത്ത് ഇരുന്ന ആ ഒരു ഇത് ഭയങ്കര റിയലിസ്റ്റിക് ഫീലിംഗ് ആയിരുന്നു. നന്നായിരുന്നു. നല്ല നല്ല ഇവരുടെ പരീക്ഷണങ്ങളൊക്കെ കൊള്ളാം. ഇടയ്ക്ക് മറ്റേ പാരഷൂട്ടിലായിരുന്നു, അതെ. അപ്പൊ എയറിലായിരുന്നു, ഇപ്പൊ കുതിരപ്പുറത്ത്. അത് നല്ല രസമുണ്ടായിരുന്നു, ഗംഭീരായിരുന്നു. നോബിച്ചേടാ, സുരേഷേ, കിരീടം എടുക്കണ്ട. രസമുണ്ട്. അല്ല, ഈ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യണം, നല്ലതാണ്. പിന്നെ പാരച്ചൂട്ടിന്റെ ഗംഭീരമായിട്ട് നമ്മളത് എഡിറ്റ് ചെയ്ത് വന്നപ്പം ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എന്റെ മോൻ ചേച്ചി ഒറിജിനലാണ് അന്ന്. ആ, അത് കഴിയുമ്പോ പിന്നെ ഇതും നല്ല രസമുള്ള സാധനമായിരുന്നു. കുതിരപ്പുറത്ത് വരുന്ന സ്മൃതി നന്നായിട്ട് പാട്ട് ഗംഭീരമായിട്ട്. ഇനി ഡിസ്ക് വേണോ, ഡിസ്കണ വേണോ എന്ന് ചേച്ചി. അത് ബാറ്ററി തീരുമാനിക്കും അല്ലേ? ഇനി സ്മൃതി എന്റെ അടുത്ത് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. അയ്യോ, അതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ റാണി? അതെ അതെ. എന്നാ let's see, നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ 25,000
ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ശ്വേത ചേച്ചി. നോട്ട് ബാഡ്. ഓക്കെ. ഓൾറൈറ്റ്, അപ്പൊ 25,000 rupees ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എന്റെ അമ്മ ഇങ്ങനെ നോക്കല്ലേ, ഹാൻസം ആന്നൊക്കെ പറഞ്ഞു തുറിച്ചൊരു നോട്ടം. അടുത്ത ഇനി പരീക്ഷണം എന്തിലായിരിക്കും? വെയിറ്റ് ആൻഡ് സീ. അണ്ടർ വാട്ടർ. ഇനി അണ്ടർ വാട്ടർ. ആ, അത് ശരിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അതിൽ 5000 രൂപ സ്മൃതിയുടെ കുതിര കൊടുക്കണം. റെന്റ്. ഒരു പേപ്പറിലാണ് അവിടെ ഡയലോഗ് ഒളിപ്പിച്ച് ഒരു തേങ്ങ, ഒരു മാങ്ങ. ആക്ച്വലി ഞങ്ങളോട് പറഞ്ഞു ആ കുതിരയുടെ ബാക്ക് വശത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ വശത്തോ? ആ, ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ വിനോദേട്ടാ, അല്ല അപ്പൊ സുരേഷ് സുരേഷ് കാണൂല. അതല്ല, സ്മൃതിയുടെ ഡയലോഗ് സുരേഷിന്റെ കുതിരയിൽ എഴുതി, സ്മൃതിയുടെ എന്നാലും ഇങ്ങനെ നോക്കി പറയാൻ പറ്റുള്ളൂ. സംഭവം കുതിര കൊടുത്തപ്പം മാറിപ്പോയി. എനിവേസ് അടുത്തത് എന്തായിരിക്കും പരീക്ഷണം ഇവര് നടത്താൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞ അണ്ടർ വാട്ടർ ആയിരിക്കും, ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. എയറിൽ കഴിഞ്ഞു, എർത്തിൽ കഴിഞ്ഞു, ഇനി വാട്ടറേ ഉള്ളൂ. വാട്ടറേ ഉള്ളൂ. ഫയർ ഉണ്ട്, ഇനി അതുണ്ട്, പറയാൻ പറ്റത്തില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ വെയിറ്റ് ആൻഡ് സീ, ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ ചുമ്മാ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പിസോഡിൽ പറയുന്ന എല്ലാം ഞങ്ങൾ ട്രൂത്ത് ആയിട്ട് എടുക്കും. കടലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ വീണ്ടും അവൾ മാഞ്ഞു പോയി. ദൈവമേ, ഒന്ന് മാഞ്ഞു പോടി, അത് അങ്ങനെ അല്ല. ഇതാണ് ഇവിടെ ഒരു കഴിവ് പുറത്തെടുക്കാൻ പറ്റൂല. കടലല്ല, അഴലിന്റെ ആഴങ്ങളിൽ. നീ അങ്ങനെ പറയല. ഈ പാട്ടുകാർ ഇടയിലിരിക്കാൻ എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എനിക്ക് തെറ്റിപ്പോയതാണ്. അതെന്റെ ക്രിയേറ്റിവിറ്റി ആയിരുന്നു. അല്ല പോട്ടെ, എന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, എന്റെ പാട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് കടലിന്റെ അടിത്തട്ടിൽ വരെ ഫിറ്റാണ്, അല്ല ഹിറ്റാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഭയങ്കര ഹിറ്റ്. എന്റെ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു സ്രാവ് ചിരിച്ച് എന്റെ വീട്ടിൽ വാങ്ങിച്ചപ്പോ അവിടെ വരെ ഇരുന്ന് ചിരിക്കുന്നു. ചോദിച്ചപ്പോ പറയാനേ കോമഡി മാസ്റ്റേഴ്സ് അല്ല ലാസ്റ്റ് എപ്പിസോഡ് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രൂ പോയിട്ട് അവിടെ ഓഡിഷൻ നടത്തിയിട്ട് സെലക്ട് ആയ 3 പേരാണ് ഇന്നിവിടെ സ്കിറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ബാറ്ററി വെള്ളത്തിലാവാൻ പാടില്ല, അതുകൊണ്ട് ഒന്ന് ഓൺ ചെയ്ത് തരണം. ബാറ്ററി ഓൺ. എനിക്ക് കേൾക്കാൻ ചേച്ചി, ബാറ്ററി ഓൺ ആയി. അപ്പൊ വരാൻ പോകുന്നത് ശരത്ത്, ഷെയ്ന്, ഐശ്വര്യ. ഞാൻ ഒന്ന് അവിടെ ഇരുന്ന് കാണട്ടെ ചേച്ചി. ഇന്നത്തെ റിഹേഴ്സൽ കഴിഞ്ഞു. കണ്ണടയിലെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവള് ഡാൻസ് കളിക്കുമ്പോ ഇവളെ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കലുണ്ട് കേട്ടാ കേട്ടാ. പോടാ എടാ, അമരത്തിൽ അശോകന് പോലും ഇല്ലടാ ഇത്രയും വലിയ കണ്ണ്. നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി ഡാൻസ് കളിക്കുവാണെങ്കിൽ വല്ല പായലിന്റെ പുറകെ പോയി ഡാൻസ് കളിക്കണമെന്ന്. എടീ, നമ്മൾ കടലിന്റെ അടിയിലല്ലേ സ്കിറ്റ് കളിക്കുന്നത്, അപ്പൊ അത് രജിസ്റ്റർ ആക്കണ്ടേ? അത് മാത്രം മതിയാ? ഞാൻ മത്സ്യകന്യകയാണെന്നും നിങ്ങൾ മത്സ്യകന്യകനാണെന്നും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും രജിസ്റ്റർ ചെയ്യണ്ടേ? ചെയ്യണോ? എന്തോ പേക്കൂത്ത ഇവിടെ കിടന്ന് കാണിക്കുന്നത്. എന്റെ പൊന്നു മനുഷ്യനെ, കടൽക്കൂട്ടത്തിന്റെ 29ാമത്തെ വാർഷികം, ഒരേ നിർബന്ധം, എന്റെ നൃത്തസന്ധ്യ വേണം. നിന്റെ നൃത്തസന്ധ്യ കൊണ്ടായിരിക്കും അത് സന്ധ്യക്ക് കളിക്കാൻ പറഞ്ഞത്. നൃത്തസന്ധ്യ പോരാത്തേനെ, നെത്തോലിക്കൂട്ടത്തിന്റെ വാൽക്കൊട്ടിക്കളിയുണ്ട്. എന്തിനാ പിണക്കം എന്നോടെന്തിനാ അല്ല പൊന്നെ കൽബുവേദന. ആ പൊന്നു സഖി, ആ പൊന്നു സഖി, ആ പൊന്നു സഖി എന്തിനാ, എന്റെ പൊന്നു സഖി ഒന്ന് നിർത്ത്. ഈ കൈകൊട്ടി കളി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരും. കൂടുതൽ വാലിട്ടാട്ടല്ലേ, നിങ്ങൾക്ക് അവരെ കാണാൻ പോകാൻ പറ്റുമല്ലേ?
എന്റെ ഡാൻസ് കാണാൻ മടി. എടി നിനക്ക് ഡാൻസിനെ പറ്റി വല്ലതും അറിയാവോ നിനക്ക്? എന്റെ പൊന്നു മനുഷ്യനെ, ഈ കടലിലെ ഏക കന്യകാ കടൽ മണ്ഡലമാണ് ഞാൻ. അയ്യോ, അത് കലാമണ്ഡലം ഒന്നല്ലേ? അത് കരയില്, കടലിൽ വരുമ്പോ കടൽ മണ്ഡലം. അങ്ങനെയാണെങ്കിൽ നീ കടൽ മണ്ഡലമല്ല, കടൽ മണ്ടിയാണ് നീ. എന്നെ കളിയാക്കരുത്. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? പിന്നെ ഞാൻ ഈ സ്കീറ്റിന്റെ ഇടയ്ക്ക് നിന്റെ ചന്ത തിരക്കി പോ ഞാൻ. അതല്ലെന്ന്, എന്റെ അച്ഛൻ ഒരു ബ്രേക്ക് ആയിരുന്നു. അപ്പൊ നിന്റെ അമ്മ എന്നെ ആക്സിലേറ്റർ ആയിരുന്നു. മനസ്സിലവിടുന്ന് എന്റെ അച്ഛനൊരു ഫേമസ് ബ്രേക്ക് ഡാൻസർ ആയിരുന്നു. മെയിൻ എന്ന് വെച്ചാ റോക്ക് ഡാൻസ്. റോക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കയറി തൂങ്ങും. അത് ആത്മഹത്യയല്ലേടി? പിന്നെ മേളിന്ന് ആരെങ്കിലും കയറിടുമ്പം അച്ഛൻ അതിൽ പെനഞ്ഞങ്ങ് പോവും. എന്നിട്ട് നിന്റെ അച്ഛൻ എന്ത് ചെയ്യും? ആരോ കയറിട്ടപ്പോ പെനഞ്ഞങ്ങ് പോയി. എന്നാലും ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് പോയാന്ന് പറയരുത് കേട്ടോ. എന്റെ വായിരിക്കുന്ന വല്ല കടിച്ച പൊട്ടത്തെ കുമ്പളെ നിങ്ങൾ കേക്കും. പിന്നെ എന്റെ വായിക്കകത്ത് എന്തോടി പായലാണോ ഇരിക്കുന്നേ? എന്റെ വായിൽ നിന്ന് ആർക്കും കടിച്ചാ പൊട്ടത്തെ കുമ്പളകൾ. അങ്ങനെയാണോ? നോക്കട്ടെ. നിങ്ങൾ ഇപ്പൊ വിചാരിക്കും നമ്മൾ ഇവിടെ കിടന്ന് കുന്തളിപ്പ് കാണിക്കുന്നു. കടലിനടി തെറി വിളിക്കാൻ ഇതേ ഉള്ളു വഴി. ഓടി 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 തല ഞാൻ അപ്പോഴേ പറഞ്ഞു ഉപ്പ് കുറയ്ക്കണം. ഈ കടൽ വെള്ളത്തിനകത്ത് എവിടെ കൊണ്ടിട്ട് ഉപ്പ് കുറയ്ക്കാൻ അടിയോ? ബോട്ടെ പോകുന്നവനെ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പെതുക്കെ പോണോന്ന്. എടാ ഇവിടെ ഒരു ഫാമിലി ഉള്ളതല്ലടാ, ഒന്ന് നോക്കി കേട്ടാ. ഇനി ചെന്ന് അവന്റെ നെഞ്ചത്തോട്ട് കയറിക്കോട്. എന്തോ നടി എന്റെ പൊന്നു മനുഷ്യ, നമ്മളെ മക്കളെ പറ്റി എന്തേലും ഒരു ചിന്ത ഉണ്ടാ നിങ്ങൾക്ക്? ഉണ്ടോന്നോ? ആ നീരാളിയുടെ മോൻ കൊച്ചു നീരാളി എന്റെ മോനെ അടിച്ച കാര്യമല്ലേ, അതെനിക്കറിയാം. അതിനാണ് ആ ചെറുക്കനെ ഞാൻ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടണത്. സ്കൂളിൽ പോകാത്ത എനിക്ക് അടി കിട്ടുന്നു, പിന്നാണോ സ്കൂളിൽ പോയ അവരടി കിട്ടും. അപ്പൊ തന്തയും കണക്ക് മോനും കണക്ക്. നീ അങ്ങനെ സംസാരിക്കരുത്. പിന്നെ എടി കടലിനകത്ത് ചൂണ്ടയിട്ടിട്ട് മീനെ കിട്ടാതെ ഏതോ ഒരുത്തൻ കടലിലെടുത്ത് ചാടിയിട്ടുണ്ട്. നിങ്ങളടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളെ 4 പിള്ളേരുടെ തള്ളയാണെന്ന് പുറം ലോകം അറിയരുത്. അതെന്ത്? പുറത്ത് ഞാൻ മത്സ്യകന്യകയല്ലേ. എന്റെ ഇമേജ് കുതിരുവന്നാ നമ്മള് വെള്ളത്തിനടിയിലല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവന്റെ ചൂണ്ടയിലൊന്നും നീ പോയി പെടരുത്. നിങ്ങൾ എവിടെയെങ്കിലും പോ ഒളിച്ചിരുന്ന് ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയാമോ? അതെ, കടലിന്റെ അടിത്തട്ടിൽ ആരും ഇതേവരെ സഞ്ചരിക്കാത്ത ഒരു ഹിഡൻ സ്പോട്ടിലാണ് ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മത്സ്യകന്യകയെ കാണുന്നു, പ്രേമിക്കുന്നു, കെട്ടുന്നു, എന്നിട്ട് കരയിലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല ഇത് മത്സ്യകന്യക താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഓക്സിജൻ കിട്ടും. ലോജിക്ക് ഒക്കെ ആയല്ലോ. അപ്പൊ ലോജിക്ക് നമുക്ക് മത്സ്യകന്യക തപ്പിയിറങ്ങാം. ഓ മൈ ഗോഡ്, Tinkle tinkle little star, how me wonder what you want. And the മത്സ്യകന്യക, come on. ഞാനായിരുന്നു ഞാൻ കടൽ കാക്ക. പിന്നെ കടലിനടിയിലാണെങ്കിലും കടൽ കാക്കേനെ മരപ്പട്ടയും കണ്ട് എനിക്കറിയാം. ഓഹോ, എന്റെ മത്സ്യകന്യക കൗണ്ടർ ഒക്കെ പറയൂല്ലേ? കൗണ്ടർ പറഞ്ഞില്ലെങ്കിലേ ഈ സ്കിറ്റ് തീരുമ്പോ കടലിലങ്ങ് മുങ്ങും. അല്ലെങ്കിൽ ഈ ഒറ്റ കൗണ്ടർ കൊണ്ട് അങ്ങ് കടലിന്റെ മണ്ടേ ചെന്നാ വിചാരം. മനുഷ്യനല്ലേടോ? ഞാൻ മനുഷ്യനാണ്, പക്ഷെ ഞാൻ വെള്ളത്തിൽ നനയത്തില്ല. അപ്പൊ വെള്ളം നനയാതിരിക്കാനേ ചേമ്പല. ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാ വന്നേക്കുന്നേ. പിന്നെ ഇത്ര ലോജിക്കില്ലാത്ത സ്കിറ്റ് കളിക്കുക. അപ്പഴാ പോയേ എടോ, താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? അത് ബാക്കിയകത്ത് നെയിൽ കട്ടറുണ്ടാ? അകം വെട്ടണ്. അല്ല, എന്റെ നാണവാ. നാണോ വരുന്നേ? അതായത് മത്സ്യകന്യകെ ഇവിടുന്ന് പ്രേമിച്ച് കെട്ടി കരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്നിട്ട് വേണം മത്സ്യകന്യകയുടെ 2 മീൻ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് എനിക്ക് ഇങ്ങനെ നടന്നു പോകാൻ. ആമെ കണ്ട അതെന്തിനാണ് തല വെളിയിട്ടോണ്ടിരിക്കണെന്ന് മനസ്സിലായ? നമ്മൾ ഇവിടെ എന്തൊരു സംസാരിക്കണെന്ന് അറിയാം. സദാചാര നാട്ടിൽ മാത്രമല്ല ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. അതെ, ഞാൻ മത്സ്യകന്യകയ്ക്ക് വേണ്ടി എന്തൊക്കെയാ പണിഞ്ഞേക്കുന്നതെന്ന് അറിയോ? കണ്ണാടിയിൽ തീർത്തൊരു കൊട്ടാരം, അതിന്റെ അകത്ത് സ്വർണത്തിൽ നിറഞ്ഞ കല്ലുകൾ, സ്വർണ്ണ മീനുകൾ ഇങ്ങനെ ഇങ്ങനെ നിന്നെ വെഞ്ചാമരം വീശി തരും. എന്റെ മത്സു രോമാഞ്ചം എന്ന് വെച്ചാ രോമാഞ്ചം is a particular type of കുളിരാരിറ്റി. All രോമംസ് are stand up with കുളിര് and will dance ഓട് dance. എന്ന് വെച്ചാ എനിക്കറിയാമോ? എന്റെ മത്സ്യകന്യ അക്വേറിയം കണ്ടിട്ടില്ലാത്ത എന്റെ ഭാഗ്യം.
അതെ, ഞാൻ എന്റെ മത്സ്യകന്യക്ക് വേണ്ടി ഞാനൊരു പാട്ട് ഇവിടെ വന്നപ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടോ? എങ്കി പാടിക്കോ. ഈ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ഞാൻ ആ സിംഗ് ഒന്ന് സോങ്ങിക്കോട്ടെ? സോങ്ങിക്കോ. വീഡിയോ ഓണാക്കി വെച്ചോട്ടെ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ പായലാണ്, അവിടെ കല്ലാണ്, ഇവിടെ മൊത്തം വെള്ളമാണ്. വരൂ 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 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടെങ്കിലും ഒക്കെ നീന്തി തുടിച്ചിടാം, ഇങ്ങനെ ആക്കിയിടാം. ഇവിടെ തീയാണ്, ഉൾമുത്തം തീയാണ്, ഇവിടെ ഫയറാകും. താൻ ആരാണ്? ഞാനാണ് ഇതിന്റെ മേൽനോട്ടക്കാരൻ. ഒക്കെ താഴോട്ട് നോക്കിയാ കാണത്തില്ലേ? ഇയാളെ അതല്ല പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ കോർഡിനേറ്റർ ആണെന്നാ പറഞ്ഞത്. അയ്യോ, അത് ഡയറക്ടർ സാറിന് അറിയോ? എന്തോന്ന് താനാ ഇവിടെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇയാളോ അതല്ലെന്ന് പറഞ്ഞത്, മത്സ്യകന്യകയും വീടും കാര്യങ്ങളൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പം മനസ്സിലായി. പിന്നെ എനിക്ക് ആരാ ഇനി പറയണ്ട, മത്സ്യകന്യ പോലും പറയാൻ എനിക്കറിയാം. ആര്? എന്റെ അമ്മായച്ചനല്ലേ? മത്സ്യകന്യകയുടെ അച്ഛൻ എന്നെ അനുഗ്രഹിക്കൂ. ഞാൻ മത്സ്യകന്യകൾ അച്ഛനൊന്നും അല്ലത്. അന്ന് അച്ഛനായാലും അല്ലേലും ഞാൻ മത്സ്യകന്യകയെ കെട്ടും. കെട്ടിക്കഴിഞ്ഞിട്ട് അഴിച്ച് മാറ്റി കെട്ടും. തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? നിങ്ങളെ കാര്യം വെള്ളം കൊടുക്കാതെ പോടും. മത്സ്യകന്യ എനിക്ക് ഒരു കാര്യം ചോദിക്കാവുള്ളൂ. മത്സ്യകന്യക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഞാൻ കെട്ടിക്കൊണ്ട് പോകാൻ തയ്യാറാണ്. ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് ഒരു കഷണ്ടി ഇല്ല, എനിക്ക് ഇപ്പൊ കൊണ്ടുപോയാ. കണ്ടീഷൻ. എന്നെ കെട്ടുമ്പോ ഈ നിൽക്കുന്ന ഭർത്താവിനെ 4 പിള്ളേരെ കൂടെ കൊണ്ടുപോണോന്ന്. അപ്പൊ ഈ മത്സ്യകന്യാണെന്ന് പറഞ്ഞത്? മത്സ്യകന്യ എന്നുള്ളത് പേരല്ലേ, പട്ടമല്ലല്ലോ. അല്ലേ ചേട്ടാ? അല്ലേ മോളിസേ? അത് നീ ഇടണ്ട, അല്ല ഞങ്ങൾ ഇടേണ്ട കാര്യം. ഈ സിറ്റുവേഷനിൽ ഞാൻ ഇടുന്നതാണ് കറക്റ്റ്. എനിക്ക് ശരത്തിന്റെ ഈ ഇതില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡാൻസും അണ്ടർ വാട്ടറിലെ ഡാൻസും പാട്ടും നന്നായിരുന്നു. ലോജിക് പിടിച്ച ഒരു സ്കിറ്റായിരുന്നു. കണ്ട് സൂപ്പർ. എല്ലാം നന്നായിരുന്നു കേട്ടോ, നല്ല ആശയം. ആരുടെ കോൺസെപ്റ്റ് ആയിരുന്നു സ്കിറ്റ്? നിതീഷ് നന്നായിരുന്നു. നമ്മൾ അവിടെ ഇരുന്നപ്പോഴേ പെട്ടെന്ന് ഇത് മറ്റേ സീക്വൻസിന്റെ ക്ലോത്ത് ആണെന്ന് വിചാരിച്ചത്, പക്ഷെ ഇതല്ലട്ടോ, ലൈനൊക്കെ വെച്ച് വരച്ച് ഒട്ടിച്ചേക്കുവാ. മേക്കപ്പും കോസ്റ്റ്യൂമും ഭയങ്കര ഇതിലായിരുന്നു. മേക്കപ്പിനും കോസ്റ്റ്യൂമിനും നല്ലൊരു കൈയ്യടി കേട്ടോ. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ടീം രസമായിരുന്നു എന്നറിയോ? അതും കിട്ടില്ലായിരുന്നു. മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു. ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? അടിപൊളി. എങ്കിൽ നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം, വാ. കര നിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ. സൂപ്പർ 30,000 rupees ആണ് നേടിയിരിക്കുന്നത്. സന്തോഷായില്ലേ? ചൂട് തരാൻ പറ്റില്ല, തണുപ്പ് വെള്ളത്തിന്റെ ഉള്ളിലാണ്. ഒഴുകി പോകാണ്ട് നോക്കണേ. ലോജിക് പിടിച്ചു. വെള്ളത്തിൽ പോയാലും എന്നാ, നമുക്ക് 30,000 രൂപ കിട്ടി. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണ്. വളരെ രസകരമായ ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ ഇവിടെ ഇപ്പൊ കേൾക്കും. ആ പാട്ട് പ്ലേ ചെയ്യും. അതൊരു മൊമെന്റിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അതിന്റെ ബാക്കി പാടാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ആർക്കും നമുക്കൊരു ഇപ്പൊ ഞാനാണ് പാടുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പാട്ട് ഞാൻ പാടി തുടങ്ങുമ്പോൾ നന്നായിട്ടായിരിക്കും പാടുക, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി തോന്നാം. വരിക്കാണ്ടിരിക്കാന്നുള്ള നിങ്ങളുടെ കഴിവ് അനുസരിച്ചിരിക്കും. ഓക്കെ, റെഡി? നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു നോബിച്ചേട്ടിൽ നിന്ന് തുടങ്ങണോ ശ്രീവിദ്യയിൽ നിന്നും തുടങ്ങണോ? ഷെയർ ഇരിക്കുന്ന ആരെല്ലാം ആദ്യം പിടിക്കുന്നു? അല്ല, യേശുദാസ് തുടങ്ങട്ടെ, എന്നിട്ട് ചിത്ര പാടാം. എന്റെ പാട്ട് കേട്ടാ ചിരിക്കൂലേ നിങ്ങള്? അതാണ്. ആര് പാടണം ആദ്യം? ശ്രീവിദ്യ. ഒരു പാട്ട് അത് ആദ്യം പോലും പാടണ്ട. ആ പാട്ട് എവിടെ പോസ്റ്റ് ആവുന്ന അതിന്റെ ബാക്കി വേണം ശ്രീവിദ്യ പാടാൻ വേണ്ടി. റെഡി? ഇതിന്റെ റൂൾ എങ്ങനെയാന്ന് പറഞ്ഞാല് പാടാത്തവർ ഇതിങ്ങനെ ഫുള്ള് എയർ നിറച്ച് ഇതിങ്ങനെ വെക്കുക വായില്, ഈ ഒരു ഒബ്ജക്ട് ഇതിങ്ങനെ. ഓക്കെ, ചിരിക്കാണ്ടിരിക്കാം. ഓക്കെ, മ്യൂസിക്. കൊഞ്ചരി 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 നാട്ടുമുത്തെ മാമണക്ക് മണിമാല. എന്താ കാക്കിച്ചു നോപ്പടാറ്? എനിക്ക്
ആചാരം വിവാഹത്തിന് മുമ്പ് രാഹുലിന്റെ വീട്ടുകാരെടുത്ത് പെണ്ണിന്റെ ഒരു പാട്ട് കേൾക്കണം പറഞ്ഞത്. അമ്മ അവനൊക്കെ ചിരിച്ചു സത്യം. നിങ്ങളല്ലേ ആരെ ചിരിച്ച ആദ്യം? ഞാനാണോ നീ ചിരിച്ചേ? അയ്യോ അത് കാറ്റ് പോയത് ചിരിച്ചതല്ല, ആ കാർക്കിച്ച് തുപ്പൽ ഇവിടുന്നായിരുന്നു. അയ്യോ അത് ഞാനായിരുന്നു, ശ്വാസം പിടിച്ച് നിന്നതാ. ആ കാർക്കിച്ച് ചിരിച്ചത് എന്നെ വിങ്കിലിരിക്കണം. ശരി 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 Okay, okay, നോബി. മാരണം കണ്ട തേക്കും പാറ കരിമ്പാറ കണ്ടാലോ നല്ല കാര്യം കണ്ടാലോ നല്ല കാച്ചിയ കാറ്റിലല്ല കപ്പ. തിരികല്ലേ കണ്ടാലോ നല്ല കാറ്റിലെന്ന്. ഗൈസ് ലിസൺ, അടുത്ത ശ്വേത ചേച്ചിയാണ് പാടാൻ പോകുന്നത്. നന്നായിട്ട് പാടും. എനിക്കാണെങ്കിൽ ഈ പാട്ട് അറിയൂല. അയ്യോ ഹിന്ദിയിൽ വരും. ഒരു മിനിറ്റ്, ആദ്യം എല്ലാവരും ശ്വാസം എടുത്തോ. റെഡി 1 2 3 മ്യൂസിക്. പാടിക്കുളിക്കും പരൽ മീൻ കണ്ണുള്ള പെണ്ണേ കാക്കക്കറുമ്പി മാടി വിളിക്കും മാറത്തെ മാമ്പുള്ളി ചുണങ്ങ് പുള്ളി ചുണങ്ങ് എനിക്ക് കൊഞ്ചിലി അറിയത്തില്ല. ഒരു മെമ്പറാണ് ഞാൻ. ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എന്റെ ഫ്രണ്ടി ഒന്ന് അങ്ങോട്ട് വെച്ച് പക്ഷെ അതല്ലല്ലോ അതിന്റെ കറക്റ്റ് ഭാഗം പാടിയത്. അല്ല, ആദ്യത്തെ ഇട്ടോ കിട്ടുവോ? എന്ത് ഇട്ടാലും എനിക്ക് അത്രേ കിട്ടുള്ളൂ. ശരി, എങ്കിൽ നമ്മൾ അടുത്തത് ആലിസിലേക്ക് പോകാൻ പോവുകയാണ്. നന്നായിട്ട് പാടും. ഓക്കെ, ഇനി ആലിസ് ആണ് പാടാൻ പോകുന്നത്. മ്യൂസിക്. കൊഞ്ചടി 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 ഞാറ്റുമുത്തേ ഏഴുമല പൂഞ്ചോല പൊന്മാമണിക്ക് മണിമാല പൊന്മാല കുഞ്ഞൻ ഞാറ്റുവേല. കുഞ്ഞനാ അല്ല, പുത്തൻ ഞാറ്റുവേല. കൊഞ്ചടി 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 കൊഞ്ച അതാണ് കൊഞ്ചടി കൊഞ്ചടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഷീ ആക്ച്വലി നന്നായിട്ട് പാടി. അതെ, ലിറിക്സും കറക്റ്റ് ആയിരുന്നു. നമ്മൾ ആരും ചിരിച്ചില്ല. ആരും ചിരിച്ചില്ല. എലീന ലാലേട്ടന്റെ ഭാഗം പാടും. ഓക്കെ, എല്ലാരും റെഡി ആയിക്കോ. എലീനയാണ് അടുത്ത് പാടാൻ പോകുന്നത്. ചെക്ക് എക്കോ ഇടണേ. മ്യൂസിക്. കൊറേ നേരം തന്നെ പഠിക്കലെ വീട്ടില് പടി വെച്ചു. പഠിക്കലെ വീട്ടില് കടി വെച്ചോ? എനിക്കാണ് ഏറ്റവും ഡിഫിക്കൽട്ടി കിട്ടിയത്. പക്ഷെ അതിലല്ല കാര്യം, ഞാൻ ഇവരെയൊക്കെ ചിരിപ്പിച്ച് മണ്ണ് കപ്പിച്ചോ ഗൈസ്. ചേച്ചിക്ക് ചെറുവേ തേങ്ങ കൊടുത്തേ കഞ്ഞി കുടിച്ചിട്ട് പോകാൻ. നമ്മളെല്ലാരും നമ്മുടെ പരിപാടി. എനിക്ക് തോന്നുന്നു ഇതിൽ ബെസ്റ്റ് ആയി ചെയ്തത് നോബിയാ. ഞാൻ നോബിയാണ് പാട്ട് പഠിച്ചിട്ടുള്ളോണ്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ എന്തൊരു മറ്റേ ആദ്യത്തെ പോഷൻ. പക്ഷെ വേറൊരു കേസുണ്ട്. നാളെ ഉച്ചക്കെല്ലാം ചിന്തില ഉണ്ട്. ചിന്തില ഓക്കെ ഗൈസ്, വിത്ത് ദിസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ. അപ്പോൾ ഗൈസ്, കാസർഗോഡുള്ള എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം ഇതാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എനർജി. യെസ്, അതിന്റെ ഇടയ്ക്ക് ഞാൻ മിമിക്രി അല്ലോ. ശരി, അപ്പൊ എന്തായാലും നിങ്ങൾ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. വെസ്റ്റേൺ ഡാൻസ് വേൾഡ് നമ്മൾ വീണ്ടും കാണും. നിങ്ങളുടെ ബാക്കി മെമ്പേഴ്സിനോട് ഞങ്ങളുടെ അന്വേഷണം പറയണം. ഓക്കെ, അപ്പൊ ശക്തിയിൽ ഒരു ഗുഡ് നൈറ്റ് പറയുന്നു. ബൈ ബൈ പറയുന്നു. ബൈ ബൈ.